ഒരു പ്രധാനപ്പെട്ടവർ ഇപ്പോൾ വയനാട്ടിൽ നിന്ന് വരുന്നുണ്ട്. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ടൗൺഷിപ്പിനുള്ള ഗുണഭോക്താക്കളുടെ ആദ്യഘട്ട പട്ടികയിൽ 388 കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് വിവരം. പട്ടിക ഉടൻ പ്രസിദ്ധീകരിച്ചേക്കും. കരട് ലിസ്റ്റായി അത് പ്രസിദ്ധീകരിക്കും. ഇതിൽ എന്തെങ്കിലും പരാതികളോ ആശങ്കകളോ ഉള്ളവർക്ക് അത് സർക്കാരിനെ അറിയിക്കാനുള്ള സാവകാശം കൂടി നൽകും. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും വയനാട്ടിൽ നിന്ന്. സുർജിത്ത്, 388 കുടുംബങ്ങൾ കരട് പട്ടികയിലുണ്ട്. അതിൽ ഉൾപ്പെടാതെ പോയവരുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഭാഗമാകാൻ ഒരു സമയപരിധി കൂടി വെച്ചിട്ടാണ് ഈ പട്ടിക പുറത്തുവിടുക എന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായും വിജയകുമാർ, ഈ പട്ടിക വൈകുന്നു എന്നുള്ള ആക്ഷേപം വളരെ ശക്തമായിരുന്നു. മാനന്തവാടി സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള റവന്യൂ സംഘമാണ് ഈ കരട് പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. അതിൽ 388 പേരാണ് ആദ്യഘട്ട പട്ടികയിൽ ഇടം പിടിച്ചിട്ടുള്ളത്. അത് കരട് പട്ടികയായി തന്നെ പ്രസിദ്ധീകരിക്കും. അതിനു മുമ്പ് ആക്ഷേപങ്ങൾ കേൾക്കും. അതായത് ഇതുമായി ബന്ധപ്പെട്ട് നാളെ പഞ്ചായത്ത് അധികൃതർ അടക്കമുള്ള ജനപ്രതിനിധികളുടെ ഉൾപ്പെടെ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ യോഗം വിളിച്ചിട്ടുണ്ട്. നാളെ രാവിലെയാണ് ഈ യോഗം കളക്ടറേറ്റിൽ ചേരുക. ഇതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങളെല്ലാം തന്നെ അവിടെ ഉന്നയിക്കാൻ കഴിയുമെന്നുള്ളതാണ്. അതിനുശേഷം അത് പ്രസിദ്ധീകരണത്തിന് വിധേയമാക്കും. അങ്ങനെ അത് പബ്ലിക് ഡൊമൈനിലേക്ക് ഇതെത്തും. അതോടുകൂടി ഇനി ആക്ഷേപങ്ങൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ 15 ദിവസത്തിനകം അത് ഉന്നയിക്കാൻ വേണ്ടി സാധിക്കുന്ന വിധത്തിലാണ് ഈ പട്ടിക തയ്യാറാക്കിയിരിക്കുന്നത്. ഈ പട്ടികയിൽ ആദ്യഘട്ടത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആൾനാശം സംഭവിച്ചവർ, ഒപ്പം തന്നെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശം സംഭവിച്ചവർ എന്നിവരെയാണ് ആദ്യഘട്ട പട്ടികയിൽ പരിഗണിച്ചിരിക്കുന്നത്. പിന്നീട് വീട് നാശം വരാത്ത ആളുകൾ ഉൾപ്പെടെയുള്ളവരെ അടുത്ത ഘട്ടത്തിൽ, അതായത് താമസയോഗ്യമല്ലാത്ത ഇടങ്ങളുണ്ട്, ആ ഇടങ്ങളിൽ ഉൾപ്പെട്ട ആളുകളെ ഉൾപ്പെടെ അടുത്ത ഘട്ടത്തിലുള്ള പട്ടികയിൽ ഉൾപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് 30 ദിവസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട അന്തിമ ചിത്രം, അതിനുശേഷം അന്തിമ പട്ടികയ്ക്ക്, പ്രാഥമിക ഘട്ടത്തിലുള്ള അതിന്റെ അന്തിമ പട്ടികയ്ക്ക് അത്തരം രൂപം നൽകാൻ 30 ദിവസത്തിനകം സാധിക്കുമെന്നുള്ളതാണ് ജില്ലാ ഭരണകൂടം പ്രതീക്ഷിക്കുന്നത്. വിജയകുമാർ. കരട് പട്ടികയിൽ 388 കുടുംബങ്ങളുണ്ട്. പട്ടിക ഉടൻ പ്രസിദ്ധീകരിക്കും. അതിൽ എന്തെങ്കിലും പരാതികൾ ഉള്ളവർക്ക് അത് പരിഹരിക്കാൻ സർക്കാരിനെ സമീപിക്കാനുള്ള സാവകാശം കൂടി നൽകും. സുർജിത്ത് അയ്യപ്പത്താണ് വിവരങ്ങൾ നൽകിയത്.